ഹായ്, ഗുഡ് മോർണിംഗ്. വീണ്ടും ഹിന്ദി ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ഷായും ഷായും പഠിച്ചു അല്ലേ. ഷാ എഴുതാനും ഷാ എഴുതാനും അതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. ഇനി ഷാ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കുന്ന ഹിന്ദി ലെറ്റർ ഏതാണെന്നറിയോ? സ. ഇതാണ് സ. അതെങ്ങനെയാ എഴുതുന്നത്? നമ്മള് ഈ ഷായൊക്കെ എഴുതിയത് പോലെ തന്നെ നമുക്ക് എന്താ ടു എന്ന് എഴുതുന്നത് പോലെ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ദേ സെൻട്രലായിട്ട് ഇതെങ്ങനെ ഒരു കർവ് പോലെ നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡിംഗ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഇങ്ങനെ ഇതിൽ എന്താ ഇത്? സ എന്നുള്ള ഹിന്ദി ലെറ്റർ ആയി. എങ്ങനെയാണ് നമ്മൾ ടു പോലെ ഇടുന്നു. നമ്മൾ ര, ഹിന്ദിയിൽ രായും ഇതേപോലെ എഴുതിയിട്ടുണ്ട് അല്ലെ. ആ ര എന്ന് എഴുതുന്നു. അതിന്റെ സെൻട്രലായിട്ട് ഒരു കർവ്ഡ് ലൈൻ വരയ്ക്കുന്നു. ദെൻ സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ എഴുതിയത് എന്തായി? സ എന്നുള്ള ഹിന്ദി ലെറ്റർ ആയി. ഓക്കെ, ഇനി സ വെച്ച് വരുന്ന വാക്കുകൾ നോക്കാം. പേജ് നമ്പർ 43 എടുക്കാം. അതിൽ സ വെച്ച് വരുന്ന വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇത് നോക്കൂ. ഏതാണത്? ഒരു ഫ്രൂട്ടാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു നല്ല ഫ്രൂട്ടാണ്. ഇപ്പോഴാണെങ്കിൽ നിറയെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? മൈക്കിലൂടെയൊക്കെ വിളിച്ചിട്ട് പെട്ടിയോട്ടയിലൊക്കെ നിറയെ ആൾക്കാർ ഇങ്ങനെ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് കേൾക്കാം അല്ലെ, ദൂരത്ത്. കാരണം അവർ മൈക്കിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഓറഞ്ച് ഇല്ലേ, ഇത്ര കിലോ ഇല്ല അന്നൊക്കെ പണ്ടൊക്കെ വിളിച്ച് കേൾക്കാറില്ലേ? അതേത് ഫ്രൂട്ടാണത്? ഓറഞ്ച് ആണ് അല്ലേ. ആ ഓറഞ്ചിനെ എന്താന്നറിയാ ഹിന്ദിയിൽ പറയുന്നത്? സാസ് സന്തര. ഓറഞ്ചിനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? സാസ് സന്തര. ആ മുകളിലൊരു കുത്തിട്ട എന്നുള്ളതിന്റെ ചിഹ്നമാണ്. അപ്പൊ നമ്മൾ സന്തര എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടത്. അങ്ങനെ സാസ് സന്തര ഓറഞ്ച്. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കും. അതെന്താ? ഒരു കൂടെ നിറച്ചും കുറെ പലതരത്തിലുള്ള എന്തുണ്ട്? വെജിറ്റബിൾസ് ഉണ്ട് അല്ലെ. പലതരം വെജിറ്റബിൾസ് ഉണ്ട്. നോക്കും, മത്തൻ കാണുന്നുണ്ട്, വഴുതന കാണുന്നുണ്ട്, ദെൻ പിന്നെ എന്തൊക്കെയാ കാണുന്നുണ്ട്? ബീട്രൂട്ട് ഉണ്ട് അല്ലെ, തക്കാളി ഉണ്ട് അല്ലെ. ഇങ്ങനെ കുറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ആ ബോക്സിൽ എന്ത്? കൂടയില് ആ ബാസ്ക്കറ്റിൽ എന്തൊക്കെയുണ്ട്? കുറെ വെജിറ്റബിൾസ് ഉണ്ട് അല്ലെ. അങ്ങനെ കുറെ വെജിറ്റബിൾസ് ഉണ്ട്, ധാരാളം വെജിറ്റബിൾസിന് നമ്മൾ എന്താന്ന് പറയാ ഹിന്ദിയില്? സബ്ജി. എന്താ പറയാ? വെജിറ്റബിൾസിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? സബ്ജി. സാസെ സബ്ജി വെജിറ്റബിൾ. ഓക്കെ, വെജിറ്റബിൾ നമ്മൾ എന്താണ് പറയുന്നത്? സബ്ജി വെജിറ്റബിൾ. ഇനി അടുത്ത് നോക്കും. ഒരു കൂടയിൽ ഇങ്ങനെ ഒരു സ്നേക്ക് ഉണ്ട്. അതിങ്ങനെ പത്തി വിടർത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് ഒരു ഇത് ഊതുന്നുണ്ട് അല്ലെ. ഒരു കൊതു വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പാമ്പിന്റെ അടുത്ത് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതെന്താ? പാമ്പും ആ പാമ്പ് പിടുത്തക്കാരൻ അല്ലെ. അയാളെ എന്താന്ന് അറിയാം ഹിന്ദിയിൽ പറയുന്നത്? സപേര. എന്താണ് പറയുന്നത്? സപേര. സാസെ സപേര. സ്നേക് ചാർമർ. എന്താണ്? സ്നേക് ചാർമർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹിന്ദിയിൽ എന്ത് പറയും? സപേര. സാസെ സപേര. ഇനി അടുത്ത പിക്ചർ നോക്കൂ. എന്താണ്? ഇങ്ങനെ വേവ്സ് ഇങ്ങനെ മറിയുന്ന ഒരു പിക്ചറാണ് അല്ലേ. ഈ വേവ്സ് എവിടെയാ കാണുന്നത്? വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ്സ് എന്ന് പറഞ്ഞാൽ WAVES. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണത്? തിരമാല അല്ലെ. ഈ തിരമാല നമ്മൾ എവിടെ പോയാലാണ്? നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മുടെ വീട്ടിലിരുന്ന തിരമാല വരുമോ? ഇല്ല. അതെവിടെ മാത്രമേ കാണുള്ളൂ? കടലില്ല പോയാലേ എന്ത് കാണുള്ളൂ? ഈ തിരമാല കാണുള്ളൂ അല്ലേ. ആ കടലിന് എന്താന്ന് പറയാ ഹിന്ദിയിൽ പറയാ? സമുദ്ര. എന്താണ് പറയുന്നത്? സമുദ്ര. സാസെ സമുദ്ര. സി. നമ്മുടെ കടലിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? സമുദ്രം. മലയാളത്തിൽ നമ്മൾ സമുദ്രം എന്നും പറയാറുണ്ട് അല്ലേ. അപ്പൊ അതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? സമുദ്ര. സാസെ സമുദ്രം. ഓക്കെ, അപ്പൊ സാധിച്ചിട്ടുള്ള വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. സാസെ സന്തര ഓറഞ്ച്. സാസെ സബ്ജി വെജിറ്റബിൾ. സാസെ സവേര സ്നേക് ചാമർ. സാസെ സമുദ്ര സി. ഓക്കെ, അപ്പൊ സാധിച്ചിട്ടുള്ള വാക്കുകൾ പഠിച്ചില്ലേ. ഇനി സാ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ള നമ്മുടെ വ്യഞ്ജനാക്ഷരം എന്താണെന്നറിയാം? എന്താണ്? ഹ. എന്താണ്? സാ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഹിന്ദിയിൽ പഠിക്കാനുള്ള ലെറ്റർ ഏതാണ്? ഹ. അത് നിങ്ങൾക്ക് രണ്ട് തരത്തിലും ഹ എഴുതാം കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് ബുക്കിലേക്ക് തന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതാൻ പഠിച്ചിട്ടാണ്. എന്താണെന്നറിയാം? താഴെന്ന് നമ്മൾ ഇങ്ങനെയാണ്. അതിന് താഴെയായിട്ട് ഇത് ഇങ്ങനെയും കൂടി ഇട്ടാൽ ഇതെന്തായി? ഹ എന്നുള്ള ഹിന്ദി ലെറ്റർ ആയി. എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഹിന്ദിയിൽ പഠിച്ച ഈ ടാ എഴുതുന്നു. അതിന്റെ താഴെ ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ടാൽ എന്തായി? ഹ എന്നായി. അത് അല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ എസ് എന്ന് എഴുതാം.
എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടാലും നമുക്ക് എന്തായി ഹ എന്നുള്ള ഏതായി ലെറ്റർ കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. നമുക്ക് ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും എഴുതാം. ഇത് എഴുതിയാലും എന്ത് തന്നെയാണ് ഹ എന്ന് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഏതാണ് എളുപ്പം നമ്മൾ ആദ്യം ഈ എസ് പോലെ ഇടുന്നു, അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എഴുതും. ഇങ്ങനെ ഇട്ടാലും ഹ എന്ന് തന്നെ നമ്മൾ വായിക്കും. ദെൻ ഇങ്ങനെ എഴുതിയാലും നമ്മൾ എന്ത് തന്നെ വായിക്കും ഹ എന്ന് തന്നെ വായിക്കും. നിങ്ങൾക്ക് കൂടെ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് ഇതുപോലുള്ള ഹായാണ്. നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ ഇത് ഇതുപോലെ എഴുതിയാലും അത് ഹ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 44 എടുക്കുക. അതിൽ ഹ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് നോക്കൂ. ഹ വെച്ചിട്ട് എന്താ ഒരു എന്താണ് ഇതാണല്ലേ, ഒരു നമ്മള് എഴുതാനും മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഒരു വസ്തുവാണല്ലേ. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങളുടെയൊക്കെ പഴയ കാലത്തൊക്കെ അതുണ്ടായിരുന്നു. പാടങ്ങളിലേക്ക് ഉഴുതു മറിക്കാനൊക്കെ എന്താണ് കാളയുടെ പിന്നെ എല്ലാം ഇത് വെച്ചിട്ടാണ് കാളിങ്ങനെ ഫ്രണ്ടിൽ നടക്കും. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ എന്ത് ചെയ്യും, പാടങ്ങളൊക്കെ ഉഴുതു മറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും നെല്ലൊക്കെ വിതയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ വരുന്നില്ല, ഇപ്പൊ അതൊക്കെ ട്രാക്ടറായി, അതിന് പകരം വന്നിട്ടുള്ള ട്രാക്ടറായി. പക്ഷെ നിങ്ങൾ എന്താണ് മഹാഭാരതമൊക്കെ കണ്ടില്ലേ, അതിൽ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ അറിയില്ലേ. ആ ബലരാമൻ എപ്പോഴും ഈ സാധനം കൊണ്ടാ, അത് ബലരാമന്റെ ആയുധമാണ് ഈ ഒരു സാധനം. അതിനെന്താ പറയാ കലപ്പ എന്ന് പറയും. മലയാളത്തിൽ എന്ത് പറയും കലപ്പ. അതിന് ഹിന്ദിയിൽ എന്ത് പറയുന്നറിയാം ഹൽ. എന്താണ് ഹാസ് ഹൽ. ഇംഗ്ലീഷ് അതിന് പ്ലോ എന്ന് പറഞ്ഞാൽ ഊതും മറിക്കുക, ഊതാനുള്ള കലപ്പ. ഓക്കെ, അപ്പൊ പ്ലോ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഹിന്ദിയിൽ അതിനെന്ത് പറയും ഹൽ. ഹാസ് ഹൽ കലപ്പ. ഹാസ് ഹൽ പ്ലോ. ഇനി അടുത്ത നോക്കൂ. അടുത്ത എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം അല്ലേ. ചില സമയത്ത് നമ്മുടെ വീടിനെയൊക്കെ മുകളിലൂടെ ഈ ഒരു ഇത് പോവാറുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞില്ലേ. ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇവരുടെയൊക്കെ ട്രാൻസ്പോർട്ട് ഒക്കെ നിർത്തിയത് കൊണ്ട് നമ്മൾക്കത് കാണാൻ പറ്റില്ല. ഗൾഫിലൊക്കെ പോകുന്നവർ ഇതിലൂടെയാണ് അല്ലെ യാത്ര ചെയ്യുന്നത്. ഗൾഫിലൊക്കെ എത്താൻ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് അല്ലേ വെഹിക്കിളാണ് അല്ലെ, ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ ഇത്. എന്താണത്? എയർപ്ലെയിൻ അല്ലേ. എയർപ്ലെയിനെ കണ്ടിട്ടില്ലേ, എല്ലാവരും കണ്ടിട്ടില്ലേ. നമ്മുടെ വീടിന്റെ മുകളിലൂടെയൊക്കെ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ നമ്മളെ അതാ എയർപ്ലെയിൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി നോക്കാറുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും പരിചയമില്ലേ, എപ്പോഴും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അല്ലേ. പിന്നെ ചിലരുടെ അച്ഛന്മാരൊക്കെ ഗൾഫിലായപ്പോ അവരെ വിളിക്കാനും കൊണ്ടാക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പൊ മിക്കവരും എന്ത് ചെയ്യുന്നുണ്ട് എയർപ്ലെയിൻ കണ്ടിട്ടുണ്ട് അല്ലേ. എയർപ്ലെയിൻ എന്താ പറയുക ഹിന്ദിയിൽ പറയാം ഹവായി ജഹാസ്. എന്താ പറയുന്നത് ഹവായി ജഹാസ്. എയർപ്ലെയിന് ഹിന്ദിയിൽ എന്താ പറയുന്നത് ഹവായി ജഹാസ്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ജഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷിപ്പ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കടലിലൂടെ പോകുന്നത് ഷിപ്പ് എന്നാണ്, കടലിലൂടെ. അതിന് ജഹാസ് ഷിപ്പ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ അത് ഹവായി എന്ന് പറയുന്നത് വായുവിലൂടെ ആകാശത്തൂടെ. ഹവായി എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ പോകുന്ന ഷിപ്പ്, അതിനെ എന്ത് പറയുന്നത് എയറോപ്ലെയിൻ അല്ലേ. അപ്പൊ എയറോപ്ലെയിനെ എന്ത് പറയുന്നുണ്ട് ഹവായി ജഹാസ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ജഹാസ് എന്ന് പറഞ്ഞാൽ ഷിപ്പ് എന്നാണ്. പക്ഷെ എയറോപ്ലെയിൻ എന്താ നമ്മൾ പറയാ ഹവായി ജഹാസ്. ഹവായി എന്ന് പറഞ്ഞാൽ വായു എന്നുള്ളതാണ്. അപ്പൊ ആകാശത്തിലൂടെ, ഹവായി എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ, വായു എന്നുള്ളതല്ല. അപ്പൊ ആകാശത്തിലൂടെ പോകുന്ന ഷിപ്പ്, അതാണ് എന്ത് എയറോപ്ലെയിൻ. അപ്പൊ ഹിന്ദിയിൽ എയറോപ്ലെയിൻ എന്താ പറയാ ഹവായി ജഹാസ്. ഹാസ് ഹവായി ജഹാസ്. ഇനി അടുത്ത നോക്കൂ. എന്താണ് നമ്മളൊക്കെ വിറകൊക്കെ കത്തിക്കുമ്പോൾ ഇത് വരും അല്ലെ. ഗ്യാസ് അടുപ്പ് കത്തിച്ചാലും നമ്മളൊക്കെ ഇത് വരും. എന്താണ് തീയാണ് അല്ലെ, ഫയർ ആണ് അല്ലെ, തീ അല്ലേ. ഫയറിന് എന്താ പറയാ ഹിന്ദിയിൽ പറയുന്നത് ഹവൻ. ഹാസെ ഹവൻ. ഫയറിന് എന്താ പറയുന്നത് ഹാസെ ഹവൻ ഫയർ. ഇനി അടുത്ത് നോക്കൂ. ഒരു വലിയൊരു വീടാണല്ലേ, നല്ല ഭംഗിയുള്ള കുറെ സ്റ്റേഴ്സ് അപ് സ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു വീടാണല്ലേ. വലിയ വീടിന് എന്താ പറയും കൊട്ടാരം നമ്മൾ പറയും അല്ലേ. അതിനെന്താ പറയാ ബംഗ്ലാ അല്ലേ. ഇംഗ്ലീഷ് അതിന് ബംഗ്ലാവ് അല്ലേ, ബംഗ്ലാ എന്നൊക്കെ പറയും. ഹിന്ദിയിൽ അതിനെന്താ പറയാ ഹവേലി. ഹാസെ ഹവേലി ബംഗ്ലാ. ഹാസെ ഹവേലി ബംഗ്ലാ. പിന്നെ ഹാസിന്റെ വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. ഹാസെ ഹൽ പ്ലോ. ഹാസെ ഹവായി ജഹാസ് എയറോപ്ലെയിൻ. ഹാസെ ഹവൻ ഫയർ. ഹാസെ ഹവേലി ബംഗ്ലാ. ഓക്കെ, അപ്പൊ ഈ സായും ഹായും നിങ്ങൾ എന്ത് ചെയ്യണം ട്രേസ് ചെയ്യാനുള്ള ഭാഗത്ത് ട്രേസ് ചെയ്തതിനു ശേഷം വേണം നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതണം. ഇതോടുകൂടി ഹായോടുകൂടി നമ്മൾ ഇത് കഴിഞ്ഞു. ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ നമ്മൾക്ക് എന്ത് പഠിച്ച് കഴിഞ്ഞു. ഓക്കെ.
അടുത്ത ഒരു 4 ലെറ്റേഴ്സ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.